ഞാൻ NID ഫിലിം ആൻഡ് വീഡിയോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ കോഴ്സാണ് പഠിച്ചത്. അപ്പോൾ പഠനത്തിന്റെ ഭാഗമായിട്ട് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 2 വർഷത്തോളം എഡിറ്റിംഗ് ഫ്രീലാൻസ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തു. പിന്നെ PhDക്ക് ജോയിൻ ചെയ്തു. ഫിലിം സ്റ്റഡീസ് തന്നെയാണ് PhD. അപ്പോൾ ആ സമയത്തൊന്നും സിനിമ എടുക്കാൻ, ഒരു ഫീച്ചർ സിനിമ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ പദ്ധതി, സർക്കാരിൻ്റെ ഈ പ്രോജക്റ്റ് വന്നപ്പോഴാണ് സിനിമ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നത്. ഈ പദ്ധതിയിലേക്ക് എത്തുമ്പോൾ അതിനു മുമ്പ് തന്നെ ഈ പ്രമേയം മനസ്സിലുണ്ടായിരുന്നു. അതൊരു വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രമേയമാണ്. അത് ഓൾറെഡി ഫിലിം ഫെസ്റ്റിവലിൽ അത് ചർച്ചയായി കഴിഞ്ഞു, മാധ്യമങ്ങളുടെ ശ്രദ്ധയിലും ഒക്കെ വന്നിട്ടുണ്ട്. ഈ പ്രമേയം ഇതിന് കുറെ നാൾ മുമ്പേ മനസ്സിലുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ പ്രമേയത്തിലേക്ക് എത്തുന്നത്? ഞാനൊരു 5 വർഷം മുമ്പ് അങ്കമാലിൽ സ്ഥിരമായിട്ട് പോകാറുള്ള ഒരു ബ്യൂട്ടി പാർലറിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആണ് അവിടെ ഒരു കോഴി ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോഴാണ് ഇതിനൊരു എടപ്പള്ളി പള്ളിയിൽ നേർച്ച കൊടുക്കാനായിട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ആ ലേഡീസ് ഓൺലി ഒരു പാർലറിൽ ഒരു കോഴി ഇരിക്കുക എന്നുള്ളൊരു ഇമേജ് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. അന്നൊരു 1 ലൈൻ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു. പിന്നെയാണ് അത് ഡെവലപ്പ് ചെയ്തത് ഇങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട്. ഇങ്ങനെ ഒരു സിനിമ കൊണ്ടുവരുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ആനിമൽ അടക്കം ചിത്രീകരണത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് സാങ്കേതികമായിട്ടും ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിട്ടുണ്ടാവില്ലേ? അതെങ്ങനെയാണ് ഓവർകം ചെയ്തിട്ടുണ്ടാവുക? കോഴി നമുക്ക് ഒരു ട്രെയിനർ ഉണ്ടായിരുന്നു, ഷാജി എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനായിരുന്നു. അപ്പോൾ അവർ കോഴി അത്യാവശ്യം ട്രെയിൻ ചെയ്താണ് നമുക്ക് തന്നത്. അവർ ഫുൾ ടൈം സെറ്റിലും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഓരോ ഷോട്ട് എടുക്കുമ്പോഴും അവരുടെ ഹെൽപ്പൊക്കെ എടുത്തിട്ടാണ് ചെയ്യാൻ പറ്റിയത്. ഈ സർക്കാരിൻ്റെ ഒരു ഫിലിം എംപവർമെൻറ്റ്, വിമൻ എംപവർമെൻറ്റ് ത്രൂ ഫിലിംസ് എന്നുള്ളൊരു പ്രോജക്റ്റ്, അതിൻ്റെ ഒരു ഭാഗം കൂടിയാണല്ലോ ഈ സിനിമ. അത്തരം പ്രോജക്റ്റുകൾ ഈ ജനറേഷനിലെ വിമൻ ഡയറക്ടേഴ്സിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? കൂടുതൽ അത്തരം പ്രോജക്റ്റുകൾ ഉണ്ടാവേണ്ട ആവശ്യം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നായാലും അതല്ല CSRന്റെ ഭാഗമായിട്ടാണെങ്കിലും ഒക്കെ സിനിമ എന്ന് പറയുന്ന വലിയൊരു മീഡിയത്തിനെ ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കാൻ അങ്ങനെയുള്ള സംരംഭങ്ങൾ കൂടുതൽ ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകത ഇതുവരെയുള്ള ജേർണിയിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുമോ? തീർച്ചയായിട്ടും ഇതൊരു വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രോജക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഈ പ്രോജക്റ്റ് കൊണ്ടുണ്ട്. ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്ന കുറച്ചും കൂടെ സ്ത്രീകൾ ടെക്നിക്കൽ ക്രൂവിലേക്കും കൂടെ കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ ഇപ്പോൾ KSFDC 6 മാസത്തെ ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ സ്ത്രീകൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്, ടെക്നിക്കൽ ഇതിനൊക്കെ ആയിട്ട്. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. അപ്പോൾ അതും കൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഒരുപാട് ക്രൂവിലും നമുക്ക് സ്ത്രീകളെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ അടുത്തൊരു സിനിമ ചെയ്യുമ്പോൾ ഒത്തിരി സ്ത്രീകളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ഈ ഫെസ്റ്റിവലിൽ സിനിമയുടെ ഒരു റിസപ്ഷനെ പറ്റി എന്ത് തോന്നുന്നു? പൊതുവേ നല്ല റിസപ്ഷനാണ്. അപ്പോൾ ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്ക് IFFK പോലെ ഒരു ഫെസ്റ്റിവലിൽ ഇത്ര നല്ല റിസപ്ഷൻ കിട്ടുമ്പോൾ എന്ത് തോന്നുന്നു ശരിക്കും? ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല സത്യം പറഞ്ഞാൽ. നമുക്കൊരു അത്ഭുതമായിരുന്നു. ഇന്നലെ അത്രയും ആളുകൾ ക്യൂ നിൽക്കുകയും അല്ലെങ്കിൽ കഴിഞ്ഞ ശേഷം ഒരുപാട് പേര് വന്ന് നേരിട്ടും അല്ലാണ്ടും ഫോണിലൂടെയൊക്കെ അപ്രീസിയേഷൻ അറിയിച്ചു. ഒത്തിരി പേര് റിവ്യൂ ഇപ്പോൾ വായിക്കുന്നു. ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല ഇങ്ങനെ ഒരു പ്രതികരണം. ഒരുപാട് സന്തോഷം, ഒരുപാട് എക്സൈറ്റ്മെന്റ്. കേരളത്തിൽ നിന്നുള്ള ഒരു ഫിലിം മേക്കർ കൂടി എന്നുള്ള രീതിയിൽ, ഒരു വിമൻ ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ ലോകത്തെ ഒരു വളരെ യുണീക്കായ രീതിയിൽ കാണുന്ന ഒരു സിനിമ സൃഷ്ടിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് ഇനിയുള്ള ഫ്യൂച്ചർ പ്രോജക്ട്സ് അത് മുമ്പോട്ട് പോകുന്നത് എങ്ങനെയാണ്? ഒന്നും ആലോചിച്ചിട്ടില്ല. ആക്ച്വലി PhD കംപ്ലീറ്റ് ചെയ്യണം. ഞാനതൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് 1 വർഷമായിട്ട് സിനിമ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിലേക്ക് തിരിച്ചു പോയി അത് കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം വേറെ സ്ക്രിപ്റ്റുകൾ എഴുതാം, അങ്ങനെ ആലോചനയിലാണ്. എന്തുകൊണ്ടാണ് വിക്ടോറിയ IFFKയുടെ പ്രേക്ഷകർ കൂടുതലായി കാണേണ്ടത് എന്നൊരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ എന്താണ് തോന്നുന്നത്? ഇത് എൻ്റെയും എൻ്റെ ക്രൂ, ടെക്നിക്കൽ ക്രൂ, ഇപ്പോൾ സിനിമാറ്റോഗ്രാഫർ, സൗണ്ട് റെക്കോർഡിങ് ചെയ്ത ആള്, ആർട്ട് ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ, ഞങ്ങളെല്ലാവരുടെയും തന്നെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ അതിനൊരു ഫ്രഷ് പെർസ്പെക്റ്റീവ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു പുതിയ ലാംഗ്വേജ് അല്ലെങ്കിൽ പുതിയ ഫ്രഷ് ആയിട്ടുള്ള ലോകത്തെ നോക്കിക്കാണൽ, അത് എഴുത്തിലാണെങ്കിലും സിനിമയുടെ മേക്കിങ്ങിലാണെങ്കിലും കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടെങ്കിലും കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായും നമുക്ക് കുറച്ച് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഇൻ്റർവ്യൂ. നമ്മുടെ പ്രേക്ഷകർ തീർച്ചയായിട്ടും കാണേണ്ട ഒരു സിനിമ കൂടിയാണ് വിക്ടോറിയ. കാരണം ശിവരഞ്ജിനി പറഞ്ഞതുപോലെ അത്ര ഫ്രഷ് പെർസ്പെക്റ്റീവിലുള്ള ഒരു സിനിമ അവതരിപ്പിക്കുമ്പോൾ അത് തീർച്ചയായും കാണുക എന്നുള്ളത് IFFK പോലെ ഒരു ഫെസ്റ്റിവലിൻ്റെ പ്രേക്ഷകരുടെ കൂടി ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇത്തവണത്തെ IFFKക്ക് കൂടുതലും സിനിമകൾ
അതായത് പൊതുവിടങ്ങളിലേക്കാൾ കൂടുതൽ തിയേറ്ററിനുള്ളിലേക്കാണ് ആളുകൾ കൂടുതലായി ഇത്തവണ ISSKക്ക് എന്ന് പുറത്തുനിന്ന് നോക്കുമ്പോൾ തോന്നുന്നുണ്ട്. ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ അങ്ങനെ വളരെ സീരിയസ് ആയി സിനിമ കാണാൻ കൂടുതൽ തയ്യാറെടുത്ത് വരുന്ന പുതിയ ഡെലിഗേറ്റ്സ്, പഴയ ഡെലിഗേറ്റ്സ് കൂടാതെ പുതിയ ഡെലിഗേറ്റ്സ് വരുമ്പോൾ അത് ഒരേ സമയം വലിയൊരു ഓപ്പർച്യൂണിറ്റിയും ഒരു ചാലഞ്ചും അല്ലേ ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്ക്? അതെ തീർച്ചയായിട്ടും. ഇത്തവണ 4 ഫീമെയിൽ ഫിലിം മേക്കേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ പുതിയതായിട്ട് സിനിമ ചെയ്യുന്ന പലരുടെ ആദ്യത്തെ സിനിമയാണ് മലയാള സിനിമയിലൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം പുതിയ ഡെലിഗേറ്റ്സിനെ ഇതിലേക്ക് ആകർഷിച്ചത്. ആദ്യമായിട്ട് സിനിമ ചെയ്യുന്ന ഒത്തിരി പേര് ഇവിടെ ഉണ്ടെന്നുള്ള, അവർക്കും സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ക്രൗഡൊക്കെ ആയിരിക്കാം.